കഥ ജീവിതം ഒരു അഭിഷേകം 10ാം പതിപ്പ് ഇന്ന് ഈ മാരാമൺ കൺവെൻഷൻ്റെ വേദിയിൽ പ്രകാശനം ചെയ്തു. യഥാർത്ഥത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ 10ാം പതിപ്പ് ഇറങ്ങുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ജീവിതം എന്ന അഭിഷേകം. തിരുമേനിയുടെ ഒരു അനുഭവം, ഈ പുസ്തകത്തിലൂടെ ലഭിച്ച അവരുടെ അനുഭവം ഇപ്പോൾ തിരുമേനി മാർത്തോമാ വിഷൻ്റെയും DSMCയുടെയും പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ തിരുമേനിയെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ജീവിതം ഒരു അഭിഷേകം എന്ന പുസ്തകത്തിൻ്റെ 10ാം പതിപ്പ് ഇന്ന് പ്രസിദ്ധീകരിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ തന്നെ 9 എഡീഷൻസ് ജനം വായിക്കുവാനൊക്കെ ഇടയായി തീർന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണല്ലോ 10ാം എഡീഷൻ ഇന്ന് പ്രസിദ്ധീകരിപ്പാനൊക്കെ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള ഒരു ചരിത്രം എൻ്റെ ആയുസ്സിൻ്റെ കാലഘട്ടത്തിലൂടെ രേഖപ്പെടുത്തുവാനിടയായി തീർന്നു എന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. മാത്രമല്ല എൻ്റെ ജീവിത രംഗത്തും ശുശ്രൂഷ വേളയിലും ഒക്കെ കണ്ടുമുട്ടിയതായുള്ള ആളുകളും പ്രാധാന്യം അറിയിക്കുന്നതായുള്ള വാർത്തകളും ഒക്കെ ചേർത്താണ് ഈ ആത്മകഥ എഴുതുവാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. എൻ്റെ പുസ്തകം തീർച്ചയായിട്ടും വായനക്കാർക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുന്നതും പഠിക്കുവാനേറെ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമായിട്ട് തീർന്നിട്ടുണ്ട്. അത് അപ്രകാരം തന്നെ എല്ലാവർക്കും, പ്രത്യേകിച്ച് സഭയ്ക്കും ഈ കാലഘട്ടത്തിൽ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാനിടയാകട്ടെ എന്നത് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ആത്മകഥയായ ജീവിതം ഒരു അഭിഷേകം അതിൻ്റെ 10ാമത്തെ പതിപ്പിലെത്തിയിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും അതിന് ഈ മാരാമൺ കൺവെൻഷൻ അതിൻ്റെ ഒരു പ്രകാശനത്തിന് വേദിയാകുമ്പോൾ അതിലൊത്തിരി അഭിമാനവും സന്തോഷമുണ്ട്. അഭിമന്യ തിരുമേനിക്ക് ദൈവം നൽകിയ അഭിഷേകം അതെങ്ങനെ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ അഭിഷേകമായി തീർന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ജീവിതം ഒരു അഭിഷേകം എന്ന പുസ്തകം. നമ്മളൊരു പുസ്തകത്തെ തൊടുമ്പോൾ ഒരു വ്യക്തിയെ തൊടുന്നു എന്ന് പറയുന്നത് ഒരു ആത്മകഥയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒന്നാണ്. തിരുമേനിയുടെ ഈ ആത്മകഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തിരുമേനി എന്ന വ്യക്തിയെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, തിരുമേനി ജനിച്ചു വളർന്ന നാടിനെ മനസ്സിലാക്കുവാൻ, തിരുമേനിക്ക് പരിശീലന കേന്ദ്രങ്ങളായി മാറിയ സ്കൂളുകൾ, കോളേജുകൾ, സെമിനാരി, പിന്നെ അതുപോലെ ശാന്തിനികേതൻ പോലുള്ള അതുപോലെ മഹത്തായ സ്ഥാപനങ്ങൾ, അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും തിരുമേനിയെ വളർത്താൻ സഹായിച്ചവർ, തിരുമേനി കരം പിടിച്ചവർ, തിരുമേനിയുടെ കരം പിടിച്ച് നടത്തിയവർ, അതിലെല്ലാം ഉപരിയായി ദൈവം എങ്ങനെ തൻ്റെ കരം പിടിച്ച് തന്നെ നടത്തി എന്നതിൻ്റെയൊക്കെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് ഈ ജീവിതം ഒരു അഭിഷേകം എന്ന പുസ്തകത്തെ കാണേണ്ടത്. അഷ്ടമുടി എന്ന് പറയുമ്പോൾ 8 മുടി എന്ന് പറയും. കാരണം മുടി എന്ന് പറഞ്ഞാൽ കൈവഴി എന്നർത്ഥമുണ്ട്. അഷ്ടമുടിക്കായലിന് 8 കൈവഴികളാണുള്ളത്. എന്നാൽ അഷ്ടമുടിയുടെ ഒരു പുത്രനായി ജനിച്ചു വളർന്ന അഭിമന്യ തിരുമേനി അനേകം കൈവഴികളുള്ള അനേകം ആ നദിയുടെ പല കൈവഴികൾ പോലെ അനേകം കൈവഴികളായി ഒഴുകി ചെന്ന ഇടങ്ങളെയെല്ലാം അനുഗ്രഹിച്ചതിൻ്റെ ഒരു രേഖ കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ അവതാരിക എഴുതിയ ഡോക്ടർ സിറിയ തോമസ് സാറ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു സാക്ഷ്യമാണ്. സാധാരണ ആത്മകഥയിൽ പലപ്പോഴും ഞാൻ എന്ന ഭാവം അതാണ് കൂടുതൽ പ്രതിഫലിച്ച് കാണുന്നത്. എന്നാൽ ഇവിടെ ഞാൻ എന്ന ഭാവത്തിൻ്റെ അഭാവം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ജീവിതം ഒരു അഭിഷേകം എന്ന പുസ്തകമാണ് എന്ന് ഡോക്ടർ സിറിയ തോമസ് സാറ് പറയുന്നുണ്ട്. അപ്പോൾ തിരുമേനി ഈ പുസ്തകത്തിൽ പറയുന്ന, പ്രത്യേകിച്ചും അവസാന ഭാഗത്ത് തിരുമേനി പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഒരു അഭിഷേകമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതവും ഒരു അഭിഷേകമാണ്. അതിൻ്റെ ഒരു ആത്യന്തികമായ സന്ദേശം എന്ന് പറയുന്നത് തിരുമേനി തൻ്റെ അഭിഷേകത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ അഭിഷേകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. പ്രത്യേകിച്ച് തിരുമേനിയുടെ തിരുമേനി ജനിച്ചു വളർന്ന ഭവനം, അതുപോലെ തിരുമേനിയെ വളർത്തിയ മാതാപിതാക്കൾ, അതുപോലെ അമ്മയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, പിതാവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ ഒരു ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമായിട്ടാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഷ്ടമുടിയിൽ തിരുമേനിയുടെ ഭവനത്തിൽ ചെന്ന അനുഭവമൊക്കെ ഞാൻ ഈ സമയത്ത്
ഓർക്കുന്നു. അവിടെ സഹോദരങ്ങളൊക്കെ ആ മാതാപിതാക്കളെക്കുറിച്ച് പങ്കുപിടിച്ച ആ നല്ല അനുഭവങ്ങൾ, സാക്ഷ്യത്തിൻ്റെ വലിയ മാതൃകളായി മാതാപിതാക്കളെ കണ്ട അനുഭവം, ഇതെല്ലാം തിരുമേനി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സഭയിൽ വിവിധ ഭദ്രാസനങ്ങളിൽ തിരുമേനി ശുശ്രൂഷ ചെയ്യുന്നു, പട്ടക്കാരനായി, അതുപോലെ തിരുമേനിയായി ശുശ്രൂഷ ചെയ്യുന്നു, മെത്രാപ്പോളിത്തായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ഈ വഴികളിലൊക്കെ തിരുമേനി കണ്ട വ്യക്തികൾ, അതുപോലെ ഈ സഭയുടെ വളർച്ചയിൽ പങ്കാളികളായ വ്യക്തികൾ, ഇവരെല്ലാം കൃത്യതയോടെ തിരുമേനി ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ തൻ്റെ അഭിഷേകം വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മളെല്ലാം നമ്മുടെ അഭിഷേകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും കൂടെ ചെയ്യുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ ജീവിതം ഒരു അഭിഷേകം എന്ന പുസ്തകം നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുവാൻ, നമ്മുടെ ദൗത്യത്തെ തിരിച്ചറിയുവാൻ, കർത്താവിനോടുകൂടെ നമ്മുടെ ജീവിതം എന്നൊരു അഭിഷേകം അതിനെ ഏറ്റവും ധന്യമാക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പുസ്തകം എന്ന നിലയിലാണ് ജീവിതം ഒരു അഭിഷേകം എന്ന പുസ്തകം അതിൻ്റെ ഏറ്റവും പ്രസക്തമായ തലത്തിലേക്ക് ഉയരുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇത് തിരുവല്ല CSS ആണ് അത് പ്രസിദ്ധീകരിച്ചത്. സാംജി കോശിയച്ചന് ആ ടീം വളരെ വലിയ സ്വാധീനമാണ് അതിനകത്ത്, വലിയ പ്രയത്നമാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മാർത്തോമ പ്രസിലെ പ്രിയപ്പെട്ട CBT മാത്യൂസ് അച്ഛനും അച്ഛൻ്റെ ആ പ്രസിലെ കുടുംബവും അതിൻ്റെ പ്രസിദ്ധീകരണത്തിൽ തക്ക സമയത്തൊക്കെ ഇത് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ചുകൊണ്ട് തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന KV അച്ഛൻ ഇതിൻ്റെ ഓരോ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നൽകിയ ശ്രേഷ്ഠമായ പിന്തുണ വളരെ ആദരപൂർവ്വം ഓർക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് ദൈവം തിരുമേനിയായി ഇന്നും ഈ സഭയ്ക്ക് അനുഗ്രഹമായി, ഈ സമൂഹത്തിന് അനുഗ്രഹമായി, സഭകൾക്ക് അനുഗ്രഹമായി നിലനിർത്തുന്ന വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.